ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് നമുക്ക് നല്ല അടിപൊളി റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ കേക്ക് നമ്മൾക്ക് അവനിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അവനില്ലാതെ നമ്മൾക്ക് ഗ്യാസ് സ്റ്റോവിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിവിടെ ബട്ടർ മിൽക്ക് പ്രിപ്പയർ ചെയ്യണം. ആ ബട്ടർ മിൽക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 1 കപ്പ് പാൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ 1 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് നേരത്തേക്കിന് നമുക്ക് മാറ്റി വെച്ചേക്കാം. ആ സമയം കൊണ്ട് ഈ പാലിങ്ങനെ പിരിഞ്ഞ് ഒരു ബട്ടർ മിൽക്കിൻ്റെ ഒരു ഫോമിലേക്ക് വന്നിട്ടുള്ളത് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ ഒന്ന് അരിച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്. എന്തെങ്കിലും ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ. അതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെയും നല്ലതുപോലെ ആയിരിക്കും ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ ചേഞ്ച് ആയി വരുന്നത് കാണാം. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയതിനെ മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കണം. വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്ത് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിലും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഓയിൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. നമ്മൾക്കങ്ങനെ കേക്കിലൊന്നും അധികം സ്മെല്ലോ അല്ലെങ്കിൽ വേറെ ഫ്ലേവർ ഒന്നും വരാത്ത ഏത് ഓയിൽ എടുത്താലും കുഴപ്പമില്ല. അതിനുശേഷം ഇതിനെ രണ്ടിനെയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്യുക ചെയ്യുന്നത്. കുറച്ചു നേരം ഇങ്ങനെ വിസ്ക് കൊണ്ട് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം ഇത് നല്ലതുപോലെ അങ്ങ് കമ്പൈൻഡ് ആയിട്ട് വന്നേക്കുന്നത് കാണാനായിട്ട് പറ്റും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ യോഗേർട്ടും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. യോഗേർട്ട് ആഡ് ചെയ്യുന്നത് 1/4 കപ്പാണ്. അത് നല്ലതുപോലെ കമ്പൈൻഡ് ആയതിനു ശേഷം അതിലേക്ക് നമ്മൾക്ക് ഈ റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഒരു 5 ടീസ്പൂൺ റെഡ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ കമ്പൈൻ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഇല്ലേ, അതിട്ട് കൊടുക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചിടുന്നില്ല, നമുക്കൊരു 2-3 തവണയായിട്ട് മാത്രം ഇട്ട് കൊടുത്താലും മതി. ഇതിട്ടിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം തന്നെ ബട്ടർ മിൽക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ച് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റിൻ്റെ മിക്സ് ഇടും, അതായത് ഈ മൈദയുടെ മിക്സ്. എന്നിട്ട് ആ ബട്ടർ മിൽക്ക് കുറച്ചിടും, കമ്പൈൻ ചെയ്യും. വീണ്ടും നമ്മൾ ഈ മൈദയുടെ മിക്സിടും, പിന്നെ ബട്ടർ മിൽക്ക് കഴിക്കും, എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യും. അങ്ങനെ ഒരു 2-3 തവണ കൊണ്ടാണ് ഇതിനെ പയ്യെ മിക്സ് ചെയ്ത് ചേർക്കുന്നത്. നമ്മളിവിടെ ഡബിൾ ലെയർ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് ആദ്യം തന്നെ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾക്ക് കേക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ്. ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഓവനിൽ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നതും ഓവൻ ഇല്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കാണിക്കുന്നുണ്ട്. ഈ കേക്ക് ടിന്നിൻ്റെ സൈഡൊക്കെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട്. ഈ ബേക്കിംഗ് പേപ്പർ വെക്കുന്നതിന് മുൻപായിട്ടൊന്ന് ബട്ടർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ പിടിക്കാനായിട്ട്. നമ്മളിപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കേക്ക് ബാറ്ററിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. അതായത് ഒരു ലെയർ നമ്മൾക്ക് ഈ അവനിൽ ഉണ്ടാക്കാം, ഒരു ലെയറിന് നമ്മൾക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി കാണാം. ഞാൻ ഈ ബാറ്ററിനെ ഈക്വലി 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ മെഷർ ചെയ്തൊന്നുമില്ല, എന്നാലും നമ്മൾക്ക് കാണുമ്പോഴത്തേക്കിനും മനസ്സിലാവുന്ന രീതിയിൽ 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട്, അതായത് നമ്മൾ 2ആക്കി മാറ്റിയല്ലോ, അതിൻ്റെ ആ ഒരു 1/2 പോർഷൻ എടുത്തിട്ട് കേക്ക് നമ്മളുടെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഗ്യാസ് സ്റ്റോവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു കേക്ക് ടിൻ ഇറങ്ങിയിരിക്കാൻ വലിപ്പമുള്ള അത്രയും വലിപ്പമുള്ളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു പാത്രത്തിനെ അടച്ചു വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ചൂടാവാനുള്ള ഒരു സമയം കൊടുക്കാം. ഈ ഒരു പ്രീ ഹീറ്റിംഗ് നമ്മളൊരു 10 മിനിറ്റ് മാത്രം ചെയ്താൽ മതി. 10-15, അത് കൂടുതൽ നേരമൊന്നും വെക്കണമെന്നില്ല. ആ സമയം കൊണ്ട് നമ്മളുടെ ഈ പാത്രം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു ചെറിയ നമ്മളുടെ ടിഫിൻ ബോക്സിലെ സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സ് അതിങ്ങനെ കമത്തി വെക്കുക കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് എനിക്ക് ഈ കേക്ക് ബാറ്റർ ഇട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു ടിൻ വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതിനെ വീണ്ടും മൂടി വെക്കുകയാണ്. ഒരുപാട് ഹൈ ഫ്ലെയിമിലല്ല നമ്മൾ ഈ ടെമ്പറേച്ചർ വെക്കുന്നത്, ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ 35-40 മിനിറ്റ്സ് ആണ് ഈ ഒരു കേക്ക് ബേക്കായി കിട്ടാനുള്ള സമയം. അപ്പോൾ ഞാൻ ടൈമർ വെച്ചിട്ട് ഇതിനെ നോക്കുന്നുണ്ട്. ഒരു 35 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ഞാനത് ഓപ്പൺ ആക്കി നമ്മളുടെ ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട് നല്ലതുപോലെ ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബേക്ക് ആയിട്ടുള്ളതിനെ നമ്മളുടെ ഗ്യാസ് സ്റ്റോപ്പിൽ നിന്നും എടുത്ത് മാറ്റി അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോവാനായിട്ട് വെക്കാം. ഞാൻ ഈ ഒരു സെയിം കേക്ക് ടിൻ തന്നെ
തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ അവനിലേക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും. എൻ്റെ കയ്യിൽ സെയിം വലുപ്പത്തിലുള്ള 2 ടിൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിനെ നമ്മൾ ഓവനിലേക്ക് വെക്കുന്നുണ്ട്. അവൻ ഞാൻ ആദ്യം തന്നെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 15 to 20 മിനിറ്റ്സ് ഒക്കെയാണ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. അവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾക്ക് വെച്ച് കൊടുക്കാനുള്ള ഒരു ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ബട്ടർ എടുക്കുന്നുണ്ട്. ഈ ബട്ടർ എടുക്കുമ്പോഴത്തേക്കിനും ഒരുപാട് കട്ടയായിട്ടുള്ളതല്ല, കുറച്ചൊന്ന് മെൽറ്റ് ആവണം കേട്ടോ. അത് ഒത്തിരി കട്ടയായിട്ടിരിക്കുവാണെങ്കിൽ നമ്മൾക്കതിനെ ബീറ്റ് ചെയ്യാനൊക്കെ കുറച്ച് പാടായിരിക്കും. ഒരു ലൈറ്റ്ലി മെൽറ്റഡ് ആയിട്ടുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ 1 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് കാസ്റ്റിംഗ് ഷുഗർ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും ചെയ്ത് വെച്ചപ്പോഴത്തേക്കിനും നമ്മളുടെ അവൻ ഒന്ന് പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി ബാറ്റർ ഒഴിച്ചു കൊടുത്ത ടിന്നില്ലേ, അത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളുടെ അവൻ സെറ്റ് ചെയ്യുന്നത് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 to 40 മിനിറ്റ്സ് ഇതിന് ബേക്ക് ആവുന്ന രീതിയിലാണ്. അപ്പം അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് ബേക്ക് ആവട്ടെ. ആ സമയത്ത് നമ്മളുടെ ഒരു ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഇത്രയും സംഭവങ്ങൾ ആഡ് ചെയ്തതിനു ശേഷം ഇതിനെ നല്ലതുപോലെ ബീറ്റ് ചെയ്യണം. കുറച്ച് നേരം ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ഈ ഒരു ഫ്രോസ്റ്റിംഗ് നല്ലതുപോലെ റെഡി ആയിട്ട് വന്നേക്കുന്നത് കാണാം. അങ്ങനെ ഒലിച്ചൊന്നും പോകുന്നില്ല, നല്ല കട്ടിക്ക് തന്നെ ഇരിക്കുന്ന രീതിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മളുടെ ഒരു ടൈം ആയിട്ടുണ്ട്. കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഞാനൊരു ടൂത്ത് പിക്കും കൊണ്ട് ഇൻസേർട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിനും കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നേക്കുന്നത് മനസ്സിലായി. അപ്പോൾ നമ്മൾ അവനിൽ നിന്നും കേക്ക് എടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഒരേ വലുപ്പത്തിലുള്ള 2 കേക്ക് കിട്ടിയിട്ടുണ്ട്. അവനിൽ വെച്ചിരുന്ന കേക്കിന്റെ മുകൾ ഭാഗം കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം അതിന്റെ മുകളിലുള്ള കുറച്ചൊന്ന് പൊങ്ങി വന്നേക്കുന്ന ഭാഗത്ത് നമ്മൾ ചെറിയൊരു ലെയർ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമുക്ക് അവസാനം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഈ ലെയർ ഇങ്ങനെ ഇടയ്ക്കൊരു പൊങ്ങിയൊന്നും വരാത്ത രീതിയിൽ ഇതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഞാനൊരു ഇച്ചിരി നേരം ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ, ഒന്ന് സെറ്റായി കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് നല്ല പ്രോപ്പറായിട്ട് നല്ല ഒട്ടും പൊടിഞ്ഞൊന്നും പോവാതെ കട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചത്. ഒരുപാട് നേരം ഒന്നും വെക്കണ്ട കേട്ടോ, വളരെ കുറച്ച് നേരം. ഒന്നൊരു തണുപ്പ് കയറി കഴിഞ്ഞാൽ ആ ഒരു ഫ്രോസ്റ്റിംഗ് ഒക്കെ നല്ല ഒന്ന് സെറ്റായി കിട്ടും. അവനിലും അതേപോലെ തന്നെ അവൻ ഇല്ലാതെയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്രയും പെട്ടെന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.